അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാർ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാവിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിനെ കണ്ട അതിവിശിഷ്ടമായ മേറാജിൻ്റെ രാവ്. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഈ തിങ്കളാഴ്ച ദിവസം സൂര്യൻ അസ്തമിച്ചാൽ ഇന്ന് മഗ്രിബോടുകൂടെ ഇസ്രാ മേറാജിൻ്റെ രാത്രി ആരംഭിക്കുകയാണ്. ഇതേപോലെ റജബിൻ്റെ ഒരു രാത്രിയിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സപ്താകാശങ്ങളും താണ്ടി അള്ളാഹുവിലേക്ക് യാത്ര പോയിട്ട് അള്ളാഹുവിൻ്റെ സമീപത്ത് വെച്ച് ഉമ്മത്തുകളായി നമുക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ഇടപെട്ട് സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാവിൽ, ഇന്ന് മഗ്രിബോടുകൂടെ പരിശുദ്ധമായ റജബിൻ്റെ 27-ാം രാവ് മെഹറാജ് രാവ് ആരംഭിക്കുമ്പോൾ ഇന്നത്തെ രാവിൽ ചെയ്തിരിക്കേണ്ട, ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം. നാളെ പകലിൽ പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ആ നോമ്പിൽ നമുക്ക് എന്തെല്ലാം നിയ്യത്തുകൾ കൂട്ടത്തിൽ വെക്കാം, ഏതെല്ലാം നിയ്യത്തുകളാണ് ഈ നോമ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക, ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായിട്ട് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് പരിശുദ്ധമായ റജബ് മാസമാണ്. അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ മാസമാകുമ്പോൾ ആ റജബിൽ പ്രത്യേകമായിട്ട് മഗ്ഫിറത്ത് ലഭിക്കും. പക്ഷെ അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം, അപ്പോഴാണ് ലഭിക്കുക. അതുകൊണ്ടാണ് ഇന്നത്തെ രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. അതുകൊണ്ടത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. റജബിൻ്റെ 27-ാമത്തെ രാവ്, അത് ദുആക്ക് ഇജാബത്തുണ്ട്. വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ആ ദുഃഖത്തിൽ നിന്നും അള്ളാഹു രക്ഷ നൽകാൻ വേണ്ടി കൊണ്ടുപോയതാണ് ആ ഒരു യാത്ര. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധമായ റജബിൻ്റെ അതിവിശിഷ്ടമായ 27-ാം രാവ് എന്ന് പറയുന്ന മേറാജിൻ്റെ രാവ് കടന്നു വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചൊല്ലേണ്ടത്, നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഞാനിവിടെ ഡിസ്പ്ലേയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാതെ ഇന്നത്തെ രാത്രിയിൽ ധാരാളമായി ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ, റമളാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ എന്ന് പറയുന്ന ദുആ. ഈ ദുആ ഒരു കാരണവശാലും ഇന്നത്തെ രാത്രിയിൽ അത് ഒഴിവാക്കുകയേ ചെയ്യരുത്. അത് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇത്തരം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്താണ് പ്രിയമുള്ളവരെ ഈ ദുആഇൻ്റെ ഒരു മഹത്വം എന്തെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, മക്കൾ ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല, ഒരുപാട് വലിയ വീടുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ ഇവിടെ ബിസിനസ് ഉണ്ടായിട്ട് കാര്യമില്ല. എത്രയോ ആളുകൾ സമ്പന്നർ ആത്മഹത്യ ചെയ്യുന്നത് കാണുന്നില്ലേ? എത്രയോ മക്കളുണ്ടായ ആളുകൾ കണ്ണീര് കുടിച്ച് ജീവിക്കുന്നത് കാണുന്നില്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക എന്നല്ല, ആ ഉള്ളതിൽ ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ആ ബറക്കത്തിന് വേണ്ടിയുള്ള ദുആ ആണ് പ്രിയമുള്ളവരെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നുള്ളത്. എന്താ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താ? സുബൂത്തുൽ ഖൈരിൽ ഇലാഹി, ഇലാഹിയായ ഒരു ഗുണം നിലനിന്ന് കിട്ടുക എന്നാണ്. അപ്പോൾ നമ്മുടെ മക്കളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമ്പാദ്യത്തിൽ, നമ്മുടെ ജോലിയിലൊക്കെ ഒരു അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഇലാഹിയായ ഒരു ഗുണം നമുക്ക് നിലനിന്ന് കിട്ടുക എന്നാണ് അതിൻ്റെ ഒക്കെ അർത്ഥം. അപ്പോൾ അത് നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രത്യേകം ചോദിക്കണം. അതുകൊണ്ട് ഇത് മറക്കരുത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്. അവിടുന്ന് വരുന്ന ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബാക്കൾ ദുആ ചെയ്തതാണ്. അതുപോലെ തന്നെ തബഉ താബിഈങ്ങൾ ദുആ ചെയ്തതാണ്. അങ്ങനെ നമുക്ക് പൂർവ്വസൂരികളായ മുമ്പേ കടന്നുപോയ എല്ലാ ഇമാമുകളും അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ ദുആ ചെയ്ത വളരെ സവിശേഷമേറിയ ഈ ദുആ ഒരു കാരണവശാലും ഒഴിവാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഒഴിവാക്കേണ്ടാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് അത് ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ മജ്ലിസിൽ അത് പ്രത്യേകമായിട്ട് നമ്മൾ ചൊല്ലും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ മജ്ലിസ് തുടങ്ങി അന്നു മുതൽ എല്ലാ ദിവസവും നമ്മളിത്
ചെയ്തിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന് പറയുന്ന വളരെ സവിശേഷമായ ദുആ. എന്താണ് ഈ ദുആഇൻ്റെ പ്രത്യേകത എന്നറിയോ? ഈ ദുആ ആരാണോ ചൊല്ലുന്നത്, ആരാണോ ഈ ദുആ പതിവാക്കുന്നത്, അവരുടെ തൊലിയെ നരകത്തിൻ്റെ തീ സ്പർശിക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാർ നമ്മോട് പ്രത്യേകമായിട്ട് ആ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളത് ചൊല്ലണം. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇന്നത്തെ രാത്രി അതൊരു കാരണവശാലും ഒഴിവാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇന്ന് രാത്രി കൃത്യം 7:15 നിങ്ങൾ മജ്‌ലിസിലെത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ പറ്റും. നമ്മൾ പ്രത്യേകമായിട്ട് അത് ചൊല്ലുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ റജബിൻ്റെ വളരെ സവിശേഷമേറിയ ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മജ്‌ലിസിൽ വെച്ച് പ്രത്യേകം ഇത് ചൊല്ലും. എന്താണ് അതിൽ ചൊല്ലേണ്ടത്? 100 തവണ നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റ് തസ്ബീഹാണ്. ഇത് ഏതാണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്താ പ്രിയമുള്ളവരെ, ഈ ദുആഇൻ്റെ അർത്ഥം എന്താ? ഈ ദുആഇൻ്റെ അർത്ഥം ഇത് ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വേണ്ടി ദിക്റ് ചൊല്ലുന്ന ഔലിയാക്കൾ, അമ്പിയാക്കൾ, ഇവരൊക്കെ ചൊല്ലുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ വളരെ പ്രധാനപ്പെട്ട 4 ദിക്റുകളായതിലുള്ള ഏതൊക്കെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. തസ്ബീഹ്, തഹ്മീദ്, തഹ്ലീൽ. നോക്കൂ നിങ്ങൾ, തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ, തഹ്ലീൽ, ഇതെല്ലാം ഇതിലുണ്ട്. അള്ളാഹുവിന് വേണ്ടി ചൊല്ലുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്റുകളുടെ ഗണത്തിൽപ്പെട്ടതാണ് ഒന്ന് തസ്ബീഹ്, മറ്റൊന്ന് തക്ബീർ, മറ്റൊന്ന് തഹ്മീദ്, മറ്റൊന്ന് തഹ്ലീൽ. ഈ 4ഉം ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കൂ, തസ്ബീഹാണ് സുബ്ഹാനല്ലാഹ്, തഹ്മീദാണ് അൽഹംദുലില്ലാഹ്, തഹ്ലീലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീറാണ് അല്ലാഹു അക്ബർ. ഈ 4ഉം കൂടെ ഒരുമിച്ച് കൂട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണിത്. അത് എത്ര തവണ ചുരുങ്ങിയത് ചൊല്ലണം? ഇത് ചുരുങ്ങിയത് 100 തവണ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയിൽ നമ്മുടെ മജ്‌ലിസിൽ പ്രത്യേകമായിട്ട് നമ്മളിത് ചൊല്ലുന്നുണ്ട്. നിങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ മജ്‌ലിസിൽ എത്തിയാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മജ്‌ലിസിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. ഇന്നത്തെ രാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അപ്പോൾ 100 തവണ നമുക്കിത് ചൊല്ലണം. അതിനുശേഷം നിങ്ങൾ നോക്കൂ, ഒരു സ്വലാത്ത്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിച്ച ഒരു രാത്രിയിൽ നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഏതാ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സ്വലാത്തുകളിൽ വെച്ച് ഒരുപാട് ശ്രേഷ്ഠതയുള്ള സ്വലാത്തുണ്ട്, ഒരുപാട് കിതാബുകളിൽ കാണാം. അതിൽ ശ്രേഷ്ഠതയുള്ള സ്വലാത്തുകളിൽപ്പെട്ട ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. താജു സ്വലാത്ത് ശ്രേഷ്ഠതയുള്ളതാണ്. നാരിയത്തു സ്വലാത്ത്, ത്വയ്ബു സ്വലാത്ത്, സ്വലാത്തുൻ നൂർ, സ്വലാത്തുൽ ഫാത്തിമിയ, ഇങ്ങനെ തുടങ്ങിയ ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തുകളൊക്കെ ശ്രേഷ്ഠതയുള്ളതാണ്. അതിൽ വ്യത്യസ്തങ്ങളായ ഗുണങ്ങളുള്ള സ്വലാത്തുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഇത് കോമൺ ആയിട്ട് എല്ലാ മജ്‌ലിസുകളിലും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന, നമ്മുടെ മശായിഖ്മാരൊക്കെ നമുക്ക് ഇജാസത്ത് നൽകിയിട്ടുള്ള ഒരു സ്വലാത്തും കൂടെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലി എന്നുള്ളത്. അത് ഇൻഷാ അല്ലാഹ് 100 തവണ നമുക്ക് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് രാത്രിയുള്ള മജ്‌ലിസിൽ നിങ്ങളൊക്കെ വളരെ നേരത്തെ വരിക, നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ടത് ചൊല്ലണം ഇൻഷാ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇന്നത്തെ രാവ് എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങൾക്ക് അള്ളാഹു സന്തോഷം നൽകിയ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നൽകാൻ കാരണമാകും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നീ എൻ്റെ മേലിൽ അത്രയും സ്വലാത്ത് ചൊല്ലാൻ സന്നദ്ധനാണോ ഉബയ്യേ? അങ്ങനെ സന്നദ്ധനാണെങ്കിൽ മനസ്സിലാക്കണം, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നിന്റെ ആ സ്വലാത്ത്, ആ ചൊല്ലുന്ന സ്വലാത്ത് അതിന് മതിയാകുന്നതാണ്. നമുക്കെത്ര അനുഭവങ്ങളുണ്ട്. നമ്മുടെ മജ്‌ലിസുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, സ്വലാത്ത് മജ്‌ലിസുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ ആധുനിക മെഡിക്കൽ സയൻസിന് മാറില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയ എത്രയോ കിടപ്പ് രോഗികൾ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
മുഅ്മിനീങ്ങളെ അത് ആത്മാർത്ഥമായി ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത് നമ്മൾ ചൊല്ലാൻ പോകുന്നത് സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ഒരു തസ്ബീഹാണ്. ഇൻഷാ അല്ലാഹ് റജബിൻ്റെ അവസാനത്തെ 10 ചൊല്ലേണ്ടതാണ്, മിറാജ് രാവിലെ ചൊല്ലേണ്ടതാണ്. അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ, ധാരാളം അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അടുത്തത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. ഈ റജബിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്നറിയോ? റജബിൻ്റെ പ്രത്യേകത, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. എന്താണ് ഈ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം? റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹുവിൻ്റെ മാസമായതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാസത്തിൽ അള്ളാഹു ഒരു പ്രത്യേകത ആ മാസത്തിൽ സൃഷ്ടികൾക്ക് നൽകുന്നുണ്ട്. അള്ളാഹു പ്രത്യേകമാക്കിയിട്ട് അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞ് അത് മുത്തുനബി തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ കാരണം അന്നത്തെ ആ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ളൊരു മഗ്ഫിറത്ത് ഉണ്ടാവുന്ന, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഒരു ഇന്നാലിന്ന സ്ഥലത്തുനിന്ന് ഇന്നാലിന്ന വ്യക്തി മഗ്ഫിറത്തിന് ചോദിക്കുന്നുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്, അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്, അവനക്ക് പുറത്തു കൊടുക്കുക എന്നൊരു പ്രത്യേക പരിഗണന ഈ മാസത്തിൽ കിട്ടുന്നതുകൊണ്ട് മഹാന്മാരൊക്കെ പറയുന്നു 100 ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വളരെയധികം ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എങ്ങനെയാണത് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബിൻ ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ്. ഒരു 3 വട്ടം നമുക്ക് ചൊല്ലാം. ഇത് പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷത്തിൽ മരണപ്പെടുകയാണെങ്കിൽ അവന് സ്വർഗം ഉറപ്പാണ്. ഇത് പ്രദോഷത്തിൽ ചൊല്ലിയാൽ പ്രഭാതത്തിനിടക്ക് മരണപ്പെടുകയാണെങ്കിൽ സ്വർഗം ഉറപ്പാണ്. ആരാണോ ഇത് രാവിലെ ചൊല്ലുന്നത്, വൈകുന്നേരമാകുന്നതിനിടയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചിരിക്കുന്നു. ഇത് വൈകുന്നേരം ഒരാൾ ചൊല്ലിയാൽ പ്രഭാതമാകുന്നതിനിടയിൽ, രാത്രി കിടന്നുറങ്ങുന്നതിനിടയിൽ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗപ്രവേശം അവന് സാധ്യമാകുന്നതാണ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ചൊല്ലിയപ്പോൾ ചൊല്ലാൻ തോന്നുന്നു, ഒരു 2 തവണയും കൂടെ ചൊല്ലിയാൽ 3 തവണയായി. ഇന്ന് വൈകുന്നേരത്തിനിടയിൽ മരണപ്പെടാനാണ് അള്ളാഹുവിൻ്റെ ഖളാ എങ്കിൽ നമുക്ക് സ്വർഗം നൽകപ്പെടാൻ അത് കാരണമാകും. എല്ലാവരും ചൊല്ലിക്കോ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബിൻ ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബിൻ ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇപ്പോൾ 3 തവണ ചൊല്ലിയ ഉമ്മമാർ ഉപ്പമാർ സ്വർഗം നൽകണം അല്ലാ, നരകം ഹറാമാക്കണം റഹ്മാനേ. പ്രധാനമായിട്ട് നമ്മൾ ഇതാണ് ചൊല്ലുന്നത്. എന്നാലും നമ്മൾ നമ്മുടെ മജ്ലിസിൽ ചൊല്ലുന്നത് പോലെ ഇന്നത്തെ രാത്രിയിൽ നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണം, ഇന്നത്തെ രാത്രിയിൽ നമുക്ക് സ്വലാത്തുൻ നാരിയ ചൊല്ലണം, ഇന്നത്തെ രാത്രിയിൽ നമുക്ക് സ്വലാത്തു തിബ്ബ് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് വളരെ സവിശേഷമേറിയ രാവായതുകൊണ്ട് നിങ്ങളൊക്കെ 7 മണിക്ക് തന്നെ മജ്ലിസിൽ എത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഒഴിവാക്കേണ്ടാത്ത വളരെ സവിശേഷമേറിയ ചില ദിക്റുകളും ദുആകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, നമുക്കറിയാം, ലാ ഹൗലയുടെ മഹത്വം അറിയാത്ത ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടോ? ഉണ്ടാവില്ല എന്നറിയാം. കാരണം എല്ലാവരും ചൊല്ലുന്നവരാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. അത് എത്രയോ വലിയ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ രാത്രിയിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് ചൊല്ലണം. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ആ ദിക്റിൻ്റെ ദുആഇൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. ദിക്റാണെന്നുള്ള അർത്ഥത്തിൽ അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ആ ദിക്റിൻ്റെ മഹത്വം നിങ്ങൾക്കറിയോ?
അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മിഅ്റാജിൻ്റെ രാത്രിയിലുള്ള മജ്ലിസിൽ നമുക്ക് ചൊല്ലാനുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആഉൽ കർബ്, പഴയകാലത്ത് ഉമ്മമാരും ഉപ്പമാരും എന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും റബ്ബിൻ്റെ മുമ്പിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കാൻ ഉപയോഗിക്കുന്ന വളരെ സവിശേഷമേറിയ ദുആഉൽ കർബ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയിൽ മിഅ്റാജിൻ്റെ രാത്രിയിൽ നമുക്ക് ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ മഹത്വം അറിയാത്ത ആരാണുള്ളത്? അത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയിൽ നമുക്ക് മജ്ലിസിൽ വെച്ച് പ്രത്യേകമായിട്ട് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ റജബിൻ്റെ രാത്രിയിൽ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്, അതും ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ചൊല്ലാനുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട ചില ദിക്റുകളും ദുആകളും എല്ലാം നമുക്ക് ചൊല്ലണം. അത്തഹിയ്യാത്ത്, നമുക്ക് അത്തഹിയ്യാത്തിൻ്റെ ആ ഒരു അത് ഉണ്ടായത് തന്നെ എങ്ങനെയാണെന്നുള്ളത് അറിയാലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിൻ്റെ ഹദറത്തിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് ഹബീബായ തങ്ങൾ അള്ളാഹുവിനോട് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തതാണത്. അങ്ങനെയാണ് അത്തഹിയ്യാത്ത് അവിടെ ഫസ്റ്റ് ലൈനിൽ വരുന്നത്, ആ ലൈന് ഫസ്റ്റായിട്ട് വരുന്നത്. അതാണ് എല്ലാ തിരുമുൽ കാഴ്ചകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളത്. അപ്പോഴാണ് മുത്തുനബി തങ്ങൾ നമ്മയൊന്നും മറക്കാതെ, അതുപോരാ അടിമകൾക്കും വേണം സൃഷ്ടികൾക്കും വേണം എൻ്റെ ഉമ്മത്തിന് വേണം എന്ന് പറഞ്ഞ് നബി തങ്ങളാണ് പറയുന്നത് അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുന്നത്. അതാണ് പ്രിയമുള്ളവർ അത്തഹിയ്യാത്തിൻ്റെ ആവിർഭാവം. അങ്ങനെ അത്തഹിയ്യാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താണെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് വീഡിയോസുകളിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഅ്റാജ് നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഇവിടെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പുത്തൻവാദികളൊക്കെ പറയുന്നത് അങ്ങനെ ഒരു നോമ്പൊന്നുമില്ല, അത് ഈ സുന്നികൾ വെറുതെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ ഷർറുകളെ തൊട്ട് നമുക്കൊക്കെ വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിഅ്റാജിൻ്റെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് മഹാന്മാർ നമ്മെ കൃത്യമായി പഠിപ്പിച്ചതാണ്. ആരും അത്തരം ചതികളിലും വഞ്ചനകളിലൊന്നും പെടരുത്. മിഅ്റാജുമായി ബന്ധപ്പെട്ട് നമ്മൾ നോമ്പെടുക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഏതെല്ലാം നീയത്തുകൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കണം. മിഅ്റാജിൻ്റെ ഒരു നോമ്പ് നാളെ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം ആ മിഅ്റാജ് നോമ്പിൻ്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് മിഅ്റാജ് നോമ്പിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് നീയത്തുകളുണ്ട്. ആ നീയത്ത് വെക്കുക. റജബ് 27 നോമ്പെടുക്കൽ സുന്നത്താണെന്ന്, മിഅ്റാജ് നോമ്പ് സുന്നത്താണെന്ന് നിരവധി കിതാബുകളിലുണ്ട്. ഇവിടെ പുത്തൻവാദികൾ പറയുന്ന അങ്ങനെ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഹദീസ് ഉണ്ടോ, അത് ഖുർആനിലുണ്ടോ, എന്തെല്ലാം ഇവർ ചോദിക്കുന്നത്. ഒരു നോമ്പെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത്. അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യുന്നതിന് ഈ തെളിവൊന്നും ആവശ്യം ഉണ്ടാവില്ല. അവർ ചെയ്യുന്നതിന് ഇതേപോലെ വലിയ തെളിവുകളും കാര്യങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നവരെ കൂടെ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മുടക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ജഡിലവാദങ്ങളുമായി വരുന്നവരുണ്ട്. അവരുടെ വഞ്ചനകളിലും ചതികളിലൊന്നും പെടരുത്. പൂർവ്വകാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ ഹക്കായ ദീനുണ്ട്. ആ ദീനനുസരിച്ച് ഇങ്ങനെ പോരുക. അതിൽ നിന്നൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ റജബ് 27 മിഅ്റാജ് നോമ്പ് പ്രത്യേകം സുന്നത്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മൻ സ്വാമ യൗമ 27 മിൻ റജബ്, റജബ് മാസത്തിൻ്റെ 27 രാവിലെ ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റ, 60 മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകും. തർക്കിക്കേണ്ടവരവിടെ തർക്കിച്ചോട്ടെ, നോമ്പെടുക്കാത്തവരവിടെ എടുക്കാതിരുന്നോട്ടെ. നമുക്ക് ആ നോമ്പെടുക്കാൻ പ്രിയമുള്ളവരെ. നാളത്തെ നോമ്പ് വളരെ ആത്മാർത്ഥമായിട്ട് നല്ല നീയത്തോടു കൂടെ നിങ്ങൾ എടുക്കണം. ഇൻഷാ അല്ലാഹ് നീയത്ത് എന്താണ് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ റജബ് 27 നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഫിഖഹിൻ്റെ കിതാബുകളിലുണ്ട്. ഹാഷിയത്തുൽ ജമൽ, ഇആനത്തുൽ ത്വാലിബീൻ, അതേപോലെ ബുജൈരിമി തുടങ്ങിയ ഒരുപാട് കിതാബുകളിൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ റജബ് മാസത്തിൽ ഒരു നോമ്പ് എടുക്കുക എന്നുള്ള സുന്നത്ത് കരുതുക.
റജബ് മാസത്തിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ നിയ്യത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കരുതാം. റജബ് 27, 28, 29 തീയതികളിൽ എല്ലാ അറബി മാസത്തിലും 27, 28, 29 തീയതികളിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ടല്ലോ. അപ്പോൾ നോക്കൂ, എത്ര നിയ്യത്ത് വെക്കാം? മീറാജിൻ്റെ നിയ്യത്ത് വെക്കാം, മീറാജ് നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാം. പിന്നെ റജബ് മാസത്തിലെ ഒരു നോമ്പ് എന്ന നിയ്യത്ത് വെക്കാം. പിന്നെ എല്ലാ അറബി മാസവും 27, 28, 29 തീയതികളിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ രൂപത്തിൽ നമുക്കൊരു നിയ്യത്തും വെക്കാം. പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ റമളാനിൽ നമുക്ക് ഖളാ ആയ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ? റമളാനിൽ ഖളാ ആയ നോമ്പിനെ ഖളാ വീട്ടുന്നു എന്ന നിയ്യത്ത് വളരെ ആത്മാർത്ഥമായിട്ട് കരുതുക. അപ്പോൾ സഹോദരിമാർക്കൊക്കെ നോമ്പ് ഖളാ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകും. അതൊക്കെ കഴിഞ്ഞ വർഷം റമളാൻ മാസത്തിൽ പീരിയഡ്സിൻ്റെ സമയത്ത് ഖളാ ആയത്, ഗർഭധാരണമുണ്ടായ സമയത്ത് ഖളാ ആയത്, പ്രസവവുമായി ബന്ധപ്പെട്ട് ഖളാ ആയത്, അത്തരം വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല നീയത്തോടുകൂടെ നമുക്ക് ചുരുങ്ങിയത് 4 നീയത്തെങ്കിലും വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് നാളത്തെ നോമ്പ് അങ്ങനെ സജീവാക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മിഅ്റാജിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്ന നീയത്ത് വെച്ച് അത് രാത്രിയിൽ തന്നെ നീയത്ത് വെക്കുക. ഇന്ന് രാത്രിയിൽ തന്നെ നീയത്ത് വെക്കുക. നീയത്ത് വെച്ചിട്ട് നാളത്തെ നോമ്പ് വളരെ ആത്മാർത്ഥമായിട്ട് എടുക്കുക. അങ്ങനെ നമുക്ക് ഈ റമളാനിലേക്ക്, റജബ് തുടങ്ങിയ മുതലേ നോമ്പെടുക്കുന്നവരുണ്ട്, ഇപ്പം ഇത് നോമ്പുകാരായിട്ട് കേൾക്കുന്നവരുണ്ട്, നോമ്പിലായിട്ട് സമയം ചെലവഴിച്ചവരുണ്ട്, ഈ റജബിൽ ഒരുപാട് നോമ്പുകൾ എടുത്തവരുണ്ട്. കഴിഞ്ഞ റമളാനിലും അതിൻ്റെ മുമ്പത്തെ റമളാനിലൊക്കെ ഖളാ ആയ നോമ്പ് റജബ് എത്തുന്നതിൻ്റെ മുമ്പ് പൂർത്തിയാക്കി ഖളാ വീട്ടിയവരുണ്ട്. ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക, നിങ്ങൾക്ക് ഇതുവരെ ഏതെങ്കിലും നോമ്പ് ഖളാ ഉണ്ടോ എന്നുള്ളതൊന്ന് എഴുതി അറിയിക്കണേ. ഖളാ വീട്ടിയവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ വീട്ടണമെന്ന് കരുതുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. മസ്അലകൾ കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തേനെ. ചിലപ്പോൾ ചിലർക്ക് നോമ്പ് ഖളാ വീട്ടാനുണ്ടാവും, മുദ്ദ് കൊടുക്കേണ്ടതുണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളിത് ചെയ്യുന്നുണ്ടോ? നോമ്പ് ആർക്കെങ്കിലും ഖളാ ഉണ്ടോ? ഇതൊക്കെ ഒന്ന് എഴുതി അറിയിക്കണേ താഴെ. ഇൻഷാ അല്ലാഹ് നോമ്പ് ഇതുവരെ ഒരു ഖളാ ഇല്ലാത്ത, നമ്മുടെ മേൽ ബാധ്യതയില്ലാത്തവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക, ഉള്ളവർ എഴുതി അറിയിക്കുക, സംശയം ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. ഞാൻ എല്ലാത്തിനും റീപ്ലൈ തരുന്നൊന്നും പറയുന്നില്ല. സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റീപ്ലൈ തരാം. എന്തായാലും ഞാനത് വായിച്ചു നോക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ നോമ്പ് ഖളാ വീട്ടേണ്ട ആളുകളുണ്ടാകും, മുദ്ദ് കൊടുക്കേണ്ട ആളുകളുണ്ടാകും. നോമ്പും മുദ്ദ് കൊടുക്കലും ഖളാ വീട്ടലും നിർബന്ധമായവരുണ്ടാകും. അതേപോലെ തന്നെ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമില്ല, മുദ്ദ് കൊടുത്താൽ മതി. മുദ്ദ് കൊടുക്കൽ നിർബന്ധമില്ല, ഖളാ വീട്ടിയാൽ മതി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ മസ്അല മനസ്സിലാക്കണം. നമ്മൾ ഗർഭധാരണത്തിലായിരിക്കുന്ന സമയത്ത് കുട്ടിക്കും നമുക്കും വേണ്ടി നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ എന്താണ്? അതൊരു മസ്അലയാണ്. കുട്ടിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അതൊരു മസ്അലയാണ്. നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മേൽ മുദ്ദ് കൊടുക്കൽ നിർബന്ധമായതുണ്ടോ എന്നുള്ളത് ഓർമ്മിച്ച് വെക്കണം. ഫിദിയ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ, അത് അതിൻ്റെ മുമ്പത്തെ വർഷത്തെ ഖളാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ വർഷം നോമ്പ് ഖളാ വീട്ടാതെ പിറ്റത്തെ ഒരു റമളാൻ കഴിഞ്ഞ് പിറ്റത്തെ റമളാനിലേക്ക് എത്തുമ്പോൾ അവിടെ മുദ്ദ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ മസ്അലകളൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അതിലേക്ക് ഇറങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുമ്പ് നമ്മൾ ഇതേപോലെ ഒരാളുടെ നോമ്പുമായി ബന്ധപ്പെട്ട് അയാൾ മുദ്ദിൻ്റെ കണക്കെടുത്തപ്പോൾ 1 കിൻഡലോളം അയാൾ മുദ്ദ് കൊടുക്കാനുണ്ടായിരുന്നു. അത് അശ്രദ്ധമായി അങ്ങനെ പോയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മസ്അല മനസ്സിലാക്കണം. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിർബന്ധമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു രാത്രിൻ്റെ പ്രത്യേകതകളൊന്ന് മനസ്സിലാക്കി നോക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണിത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന വീതിയിൽ മുത്തുനബി തങ്ങൾക്ക് താങ്ങും തണലുമായി നിലകൊണ്ടിരുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് അബൂ ത്വാലിബും ഖദീജ ബീവി. നമുക്കൊക്കെ അറിയാം, പുറമേ നിന്ന് വരുന്ന അക്രമങ്ങൾക്ക് അബൂ ത്വാലിബ് ഇങ്ങനെ പ്രതിരോധം തീർത്തുകൊണ്ടേയിരുന്നു. അകമേ ഒരുപാട് പ്രതിസന്ധികൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരായിരുന്നു തണലായി ഉണ്ടായിരുന്നത്? മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു. നമുക്കൊക്കെ അറിയാം, ഹബീബായ തങ്ങൾ ഖദീജ ബീവിയോടാ പറയുന്നത് സമ്മിലൂനി സമ്മിലൂനി എന്നുള്ളത് അല്ലേ? നമുക്കൊക്കെ അറിയാം. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും പെട്ടെന്ന് മരണപ്പെട്ടു പോയി. പെട്ടെന്ന് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ, നബി തങ്ങൾ മിറാജിൻ്റെ യാത്ര പോകുന്നതിൻ്റെ 1 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ റമളാൻ 12-ന് അബൂ ത്വാലിബ് വിട പറഞ്ഞു.
3 ദിവസം കഴിഞ്ഞ് റമളാൻ 12-15 ആയപ്പോഴേക്ക് മഹദിയായ പ്രിയപ്പെട്ട ഖദീജ ബീവി, എൻ്റെ ഖദീജക്ക് പകരം ഖദീജ മാത്രം എന്ന് മുത്തുനബി തങ്ങൾ വാഴ്ത്തി പറഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും വിട പറഞ്ഞു. ഇത് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിൻ്റെ 3 വർഷം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് 49 വയസ്സും 6 മാസവും പ്രായമായിരുന്നു. താങ്ങും തണലുമായ 2 പേർ തുടരെ മരണപ്പെട്ടപ്പോൾ നുബുവത്തിൻ്റെ 10-ാം വർഷം നബിതങ്ങൾ ആ വർഷത്തിന് ആമുൽ ഹുസിൻ, ദുഃഖവർഷം എന്ന പേരിലാണ് ആ വർഷം അറിയപ്പെടുന്നത്. നുബുവത്തിൻ്റെ 11-ാം വർഷമാണ്, 10-ാം വർഷമാണ് ഇവർ മരണപ്പെടുന്നത്. 11-ാം വർഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മിഅ്റാജ് യാത്രക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾ നോക്കൂ, നബിതങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണ്. അതാണ് ഈ രാവിൻ്റെ ഒരു പ്രത്യേകത. നബിതങ്ങൾ ദുഃഖിച്ചിരുന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര നൽകിയാണ് അള്ളാഹു സന്തോഷം നൽകിയത്. അതും ഏറ്റവും ഇന്ന് വരെ ഒരു മലക്കിനും ഒരു നബിക്കും ഒരു മുർസലിനും ലഭിക്കാത്ത വലിയ ഭാഗ്യമല്ലേ. നിങ്ങൾ നോക്കൂ, ഒരു സന്ദർഭത്തിൽ, ഒരു വേളയിൽ മഹാനരായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ബുറാഖ് എന്ന വാഹനം കൊണ്ടുപോവുകയാണ്. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക്, അവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. മുൻകാലങ്ങളിലായ അമ്പിയാക്കൾക്ക് ഇമാമത്ത് നിൽക്കുന്നു. അങ്ങനെ എല്ലാ അത്ഭുത സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ആകാശത്തേക്ക് കയറിപ്പോവുകയാണ്. അങ്ങനെ ആകാശ ലോകത്തേക്ക് എത്തിയിട്ട് അവിടെ ഒരു സന്ദർഭം എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ദഅനീ തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലും വഖഫ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബഹറുന്നൂർ എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ അത്ഭുതങ്ങളുടെ കലവറയായ രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കേന്ദ്രമായ പ്രദേശത്തെത്തിയപ്പോൾ ജിബ്രീലും വഖഫ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫീ ശത്തിഹി റുഅബം എന്ന് പറഞ്ഞിട്ട് ആ ബെയ്ത്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നിട്ട് പറയാണ്, ദഅനീ തഖദ്ദം, എന്നെ വിട്ടേക്കൂ, ഇനി അങ്ങ് യാത്ര പോകൂ, ലാ തഖഫ്, ഭയമേതുമില്ലാതെ യാത്ര പോകൂ, അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, അങ്ങയുടെ റബ്ബിനോട് മുനാജാത്ത് ചെയ്യൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടെ പറഞ്ഞേക്കാണ്. അപ്പോൾ ഹബീബിനെ വിട്ടു പോവുകയാണോ, ഹബീബിനെ പിരിയുകയാണോ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പിന്നെ അവിടേക്ക് പ്രവേശനമില്ല. അതുവരെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രവേശനമുള്ളത്. അവിടേക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഭയം കൊണ്ടാണ് പറയുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങോട്ടേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയേ ഇല്ല. ആ റബ്ബിൻ്റെ സമക്ഷത്തിലേക്കാണ്, ഹദ്റത്തുൽ ഖുദ്സിലേക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുക. ഇതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയ്ക്ക് ഇസ്രാ എന്നാണ് പറയുക. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മുത്തുനബി തങ്ങൾ ആകാശലോകത്തേക്ക് പോയതിന് മിഅ്റാജ് എന്നാണ് പറയുക. നിങ്ങൾക്ക് മനസ്സിലായവർ അറിയിക്കണേ, എഴുതി അറിയിക്കണേ. ഇത് പലർക്കും ഇസ്രാ മിഅ്റാജ് എന്ന് പറയുമ്പോൾ എന്താണ് ഇത് രണ്ടും കൂടി ഒരു പേരാണോ എന്നൊക്കെ തോന്നിയവരുണ്ട്. ഈ ഒരു യാത്രയ്ക്ക് ഇസ്രാ എന്നുള്ളതും ആകാശയാത്രയ്ക്ക് മിഅ്റാജ് എന്നുള്ളതുമാണ് പറയുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാത്തിന. അല്ലാഹുവിൻ്റെ അജായിബ് കാണാൻ വേണ്ടിയിട്ട്, അല്ലാഹുവിൻ്റെ അത്ഭുതങ്ങൾ, ആ ഒരു യാത്ര ആവശ്യമായിരുന്നു പ്രിയമുള്ളവരെ. അല്ലാഹ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണല്ലോ അത്, അല്ലേ? അത് ഒരാൾക്കെങ്കിലും അല്ലാഹു കാണിച്ചു കൊടുത്ത് അത് നമ്മുടെ ഈ ഉമ്മത്തിന് കൃത്യമായി അത് കണ്ടനുഭവിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ യാത്ര പോയത്. അങ്ങനെ ഒരു യാത്ര നൽകി അള്ളാഹു നമ്മയും സന്തോഷിക്കും പ്രിയമുള്ളവരെ. അത് നല്ലൊരു സന്തോഷം നൽകും അള്ളാഹു നമുക്ക്. നാം പ്രതീക്ഷയോടുകൂടെ നിൽക്കുക. 1-ാം ആകാശത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്. 2-ാം ആകാശത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കാണുന്നുണ്ട്.
മൂന്നാം ആകാശത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കാണുന്നുണ്ട്. നാലാം ആകാശത്തിൽ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്. അഞ്ചാം ആകാശത്തിൽ ഹാറൂൻ നബിയെ കാണുന്നുണ്ട്. ആറാം ആകാശത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്. ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്. സിദ്റത്തുൽ മുൻതഹയിലെത്തുന്നു. 50 വഖത്ത് നിസ്കാരം നൽകുന്നു. അതെൻ്റെ ഉമ്മത്തിന് കഴിയൂല എന്ന് പറഞ്ഞ്, അങ്ങയുടെ ഉമ്മത്തിന് കഴിയൂല എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല യോട് അത് കുറയ്ക്കാൻ വേണ്ടി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടത് കുറച്ച്. അങ്ങനെയാണ് നമുക്ക് 5 വഖത്ത് നിസ്കാരം നിർബന്ധമായി കിട്ടിയിട്ടുള്ളത്. അതൊരിക്കലും ഒഴിവാക്കരുതേ. നല്ല നീയത്തോടു കൂടെ അത് ഞാൻ എന്തായാലും എടുക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഒരു യാത്രയിൽ മുത്തുനബി തങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. വിശാലമായൊരു തോട്ടത്തിൽ അനേകം ആളുകൾ വിളവെടുത്തു കൊണ്ടിരിക്കുന്നതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. അവരെത്ര വിളവെടുത്താലും വിളകൾ അവസാനിക്കുന്നില്ല. അതിങ്ങനെ വിളവെടുപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ പൊരുൾ അന്വേഷിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായവരാണവർ. അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം വളരെയധികമാണ്. ആ സംഭവം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടത് അത് അവരേക്കാണ് സൂചിപ്പിക്കുന്നതെന്ന്. ഒരുപാട് ശിക്ഷകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. വ്യഭിചാരികളുടെ ശിക്ഷ. വ്യഭിചാരം നിസ്സാരമായി കരുതുന്ന കാലത്താണ് അല്ലേ? പല ബന്ധങ്ങളുമുള്ള സമയത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? വ്യഭിചാരം ഒരു നിലക്കും അത് കടുത്ത ഹറാമാണ്. പക്ഷേ ഇന്നത് നിസാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കും ആരോടും ബന്ധപ്പെടാം എന്ന രൂപത്തിലായിരിക്കുന്നു. ആർക്കും ആരോടും മെസ്സേജ് അയക്കാം എന്ന രൂപത്തിലായിരിക്കുന്നു. ആർക്കും ആരോടും എന്തും ഇടപെട്ട് സംസാരിക്കാം എന്ന ഹറാമായ പല ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. മനസ്സിലാക്കിക്കോ, യാത്രക്കിടയിൽ ഹബീബായ തങ്ങൾ ഒരു ഗുഹ കാണുകയാണ്. അതിൻ്റെ കവാടം വളരെ ചെറുതും ഉൾഭാഗം വളരെ വിശാലമായതുമാണ്. ഗുഹക്കുള്ളിൽ നഗ്നരായ അനവധി സ്ത്രീ പുരുഷന്മാരുണ്ട്. അതിൽ നിന്ന് തീനാളങ്ങൾ ഉയരുമ്പോൾ ആർത്തട്ടഹസിച്ചുകൊണ്ട് അവർ മേലോട്ട് ഉയർന്നു വരുന്നുണ്ട്. സഹിക്കാനാവാതെ അവർ കവാടത്തിൻ്റെ അരികിലേക്ക് പോകുമ്പോഴേക്കും തീനാളങ്ങൾ അവരെയും കൊണ്ട് താഴ്ന്നു പോകുന്നു. അത് വ്യഭിചാരികൾക്കുള്ള ശിക്ഷയാണെന്ന് പരിചയപ്പെടുത്തപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ശിക്ഷകൾ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്. മുത്തുനബി തങ്ങൾ കണ്ടത് അനുഭവം വിവരിക്കുന്നുണ്ട്. ഇത്രയും ശിക്ഷകളൊക്കെ ആ യാത്രയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി കണ്ടത് സഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്നും മാറി നിൽക്കണേ. യാത്രക്കിടയിൽ ഒരു വിഭാഗം ആളുകളെ മുത്തുനബി തങ്ങൾ കണ്ടു. അവരുടെ കയ്യിൽ മൂർച്ചയേറിയൊരു കത്രികയുണ്ട്. ആ കത്രിക ഉപയോഗിച്ച് സ്വന്തം നാക്കും മൂക്കും അവർ മുറിച്ചു മാറ്റുന്നുണ്ട്. യാതൊരു നിയന്ത്രണവുമില്ലാതെ നാവുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നവരാണവർ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഹബീബായ തങ്ങൾ ആ യാത്രയിൽ കണ്ടൊരു ശിക്ഷയാണത്. കളവ് പറയുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷ. മുത്തുനബി തങ്ങൾ യാത്ര പോകുന്നതിനിടയിൽ മലർത്തിക്കിടക്കപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു. അയാളുടെ സമീപത്ത് ഇരുമ്പിൻ്റെ കൊളുത്തുമായി മറ്റൊരാൾ നിൽക്കുന്നു. അയാൾ മലർന്നു കിടക്കുന്നയാളുടെ കവിളിൻ്റെ ഒരു വശത്ത് കൊളുത്തിട്ട് വലിക്കുന്നത് പോലെ വലിക്കുകയാണ്. ആ വലിക്കലിൽ അയാളുടെ പിരടി വരെ കീറുന്നുണ്ട്. ശേഷം മറ്റേ കവിളിലും കൊളുത്തിട്ട് വലിക്കുന്നു. പിരടി വരെ കീറുകയും ചെയ്യുന്നു. ഒരു വശം കീറുമ്പോഴേക്കും മറ്റേ വശം വീണ്ടും കൂട്ടപ്പെടുകയാണ്. ആ മുറിവ് ഭേദപ്പെടുകയാണ്. ഈ പ്രവർത്തനം അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ഭാഗത്തെ കവിള് കീറുന്നു, അത് കഴിഞ്ഞ് മറുഭാഗത്തെ കവിള് കീറുന്നു. ഈ ആദ്യം കീറിയ കവിൾ ഭാഗം വീണ്ടും ശരിയാകുന്നു, അത് വീണ്ടും കീറുന്നു, അപ്പോഴേക്ക് ഇപ്പുറത്തെ ശരിയാവുന്നു. ഇങ്ങനെ വലിച്ചുകൊണ്ടും കീറിക്കൊണ്ടേയിരിക്കുന്നു. അത് കൂടുന്നു, പിന്നെയും കീറുന്നു. അങ്ങനെ വേദന അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് നുണപ്രചരണം നടത്തുന്നവർക്കുള്ള ശിക്ഷയാണെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എത്ര പ്രചരണങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ നിസ്സാരവൽക്കരിക്കരുത്. ഒരു ഷെയർ കൊണ്ട് എത്ര വലിയ കളവാണ് പ്രചരിക്കുന്നത്. എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുമ്പോഴേക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഷെയർ ചെയ്യാണ്. അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊരാൾക്കായിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ആ ആൾക്ക് അത് ആദ്യമായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അയാളത് 4-5 ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 10,000-4,000 ആളുകളിലേക്ക് അതെത്തും. നമ്മൾ കാരണമായിട്ടാണ് കളവ് പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട്, നമ്മുടെ നാക്കുകൊണ്ട് കളവ് പ്രചരിപ്പിക്കരുത്. ഇസ്രാ മിറാജിൻ്റെ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത ഭീകരമായ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഴുക്ക് നിറഞ്ഞ വസ്ത്രം ധരിച്ച ഒരു വിഭാഗം ആളുകളെ മുത്തുനബി തങ്ങൾ കണ്ടു. അവർ കന്നുകാലികളെപ്പോലെ മേഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ആരാണ് ജിബ്രീലെ ഈ വിഭാഗം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇവർ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാത്തവരാണ്. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യാത്തവർക്കുള്ള
ഒരനുഭവം. മെലിഞ്ഞുകൊണ്ടിരിക്കുന്നു, കന്നുകാലികളെപ്പോലെ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നു, അഴുക്ക് നിറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നു. പലിശയുമായി ബന്ധപ്പെട്ട ശക്തമായ താക്കീത്. ഹബീബായ തങ്ങൾ 2 തടാകങ്ങൾ കണ്ടു. അതിൽ ഒരാൾ നീന്തിക്കൊണ്ടിരിക്കുന്നു. തടാകത്തിൻ്റെ സമീപത്തായി കയ്യിൽ കുറേ കല്ലുകൾ പിടിച്ചുകൊണ്ട് മറ്റൊരാൾ നിൽക്കുന്നു. നീന്തിക്കൊണ്ടിരിക്കുന്നയാൾ ക്ഷീണിക്കുമ്പോൾ കരക്ക് കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ കരയിൽ നിൽക്കുന്നയാൾ സമ്മതിക്കുന്നില്ല. അയാൾ കരയോടടുക്കുമ്പോഴേക്ക് കരയിൽ നിൽക്കുന്നയാൾ അയാളുടെ വായിലേക്ക് കല്ലിനെ എറിയുന്നു. എറിയപ്പെട്ട കല്ലിനെ വിഴുങ്ങി വീണ്ടും നീന്തൽ തുടരുന്നു. ഈ പ്രവർത്തനം അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പലിശപ്പണം ഭക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷയാണ്. അള്ളാഹു കാക്കട്ടെ. ഇന്ന് പലിശയുമായി ബന്ധപ്പെടാത്ത ആരാണുള്ളത്? അള്ളാഹുവേ നീ തൗഫീഖ് നൽകണം അല്ലാ. ഹറാമുമായി ബന്ധപ്പെടാതെ നല്ല റാഹത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഉത്തരവാദിത്തങ്ങൾ മറക്കരുത്. അത്തരം ആളുകളുടെ ശിക്ഷ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്. അന്യരെ കുറ്റം പറയരുത്. അത്തരം ആളുകളുടെ ശിക്ഷ മുത്തുനബി തങ്ങൾക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ചീത്ത വിളിക്കരുത്, അസഭ്യം വിളിക്കരുത്. ഇന്ന് തെറിവാക്കുകൾ പറയാൻ ആർക്കും മടിയില്ലാത്ത കാലമാണ്. ചെറിയ ചെറിയ മക്കൾ വരെ പച്ചത്തെറി പറഞ്ഞ് നടക്കുന്ന കാലമാണ്. അന്യരുടെ കുറ്റം പറയുന്നവർ, അന്യരുടെ തെറി പറയുന്നവർ, ഇത്തരം വിഷയങ്ങൾക്കുള്ള ശിക്ഷയൊക്കെ മുത്തുനബി തങ്ങൾ കാണുന്നുണ്ട്. പലിശ അരുത്. പലിശയുമായി ബന്ധപ്പെട്ട് വയറുകൾ വികൃതമായി പിച്ചു ചീന്തുന്ന വികൃതമായ രൂപത്തിൽ വീർത്ത ഒരു വിഭാഗം ജനങ്ങളെ നബി തങ്ങൾ കണ്ടു. വയറിൻ്റെ വലിപ്പം കാരണം അവർക്ക് നടക്കാൻ പ്രയാസപ്പെടുന്നു. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലെ ആരാണ് ഈ വിഭാഗം എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, പലിശ തിന്നുന്ന കൂട്ടവരാണ്. പലിശ അങ്ങനെ തിന്നാൻ കഴിയൂല. നമ്മൾ ലോൺ എടുത്ത് ചെയ്യുന്ന വിഷയങ്ങൾ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത്യാവശ്യ ഘട്ടത്തിലൊക്കെ എടുത്തവരുണ്ട്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പൊറുക്കലിനെ ചോദിക്കുക. അള്ളാഹു നമുക്ക് പുറത്തു നിന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം വളരെ കഷ്ടത്തിലാണ്. പഠിച്ചത് പ്രവർത്തിക്കുക. നിസ്കാര സമയത്ത് കിടന്നുറങ്ങരുത്. അവരുടെ ശിക്ഷ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. യാത്രക്കിടയിൽ ഒരു വലിയ കിടന്നുകൊണ്ടുള്ള ഒരു വ്യക്തിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. വലിയൊരു പാറക്കഷ്ണം ചുമന്നുകൊണ്ട് മറ്റൊരാൾ അയാളുടെ സമീപത്ത് നിൽക്കുന്നു. അയാൾ പാറക്കല്ല് കിടക്കുന്നയാളുടെ തലയിലേക്ക് വളരെ ശക്തിയോടെ വലിച്ചെറിയുന്നുണ്ട്. അയാളുടെ തല പൊട്ടിപ്പൊളിയുന്നു. ഉരുണ്ടുപോയ കല്ലിനെ വീണ്ടും എടുത്തു കൊണ്ടുവരുമ്പോഴേക്ക് തല പൂർവ്വസ്ഥിതിയിലാകുന്നു, തല ശരിയാകുന്നു. ഏറ് വീണ്ടും ആവർത്തിക്കുന്നു. ഈ പ്രവൃത്തി നിലക്കാതെ നിന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലെടുത്തു കൊണ്ടുവരുന്നു, തലക്കെറിയുന്നു. ആ കല്ല് തെറിച്ചു പോകുമ്പോൾ ആ കല്ലെടുത്തു കൊണ്ടുവരുമ്പോഴേക്ക് പൊട്ടിത്തെറിച്ച തല വീണ്ടും ശരിയാകുന്നു. വീണ്ടും കല്ലെടുത്ത് തലയിലേക്ക് എറിയുന്നു, തല പൊട്ടിച്ചേറുന്നു. ആ കല്ലെടുത്ത് വരുമ്പോഴേക്ക് വീണ്ടും അത് ശരിയാകുന്നു. ഇങ്ങനെ ഈ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠിച്ചതിന് ശേഷം അതിനെ കൈവിടുന്നവരും ഫർള് നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കാത്തവർക്കും കിട്ടുന്ന ശിക്ഷയാണ്. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. നമ്മളൊക്കെ ആ വിഭാഗത്തിൽ പെടുമോ എന്നുള്ള പേടി വേണം. ഒരു മുഅ്മിനിൻ്റെ ഖൽബുൽ മുഅ്മിനി ബൈന റജാഇ വൽ ഖൗഫ്, പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെ ഇടയിലായിരിക്കണം. നമുക്ക് പേടി വേണം പ്രിയമുള്ളവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു പൂന്തോട്ടം കാണുന്നുണ്ട്. ആ പൂന്തോട്ടത്തിലൊരു മനുഷ്യനിരിക്കുന്നുണ്ട്. അയാൾക്ക് ചുറ്റുമായി അനേകം കുട്ടികളുണ്ട്. നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഒരു കാഴ്ചയുടെ രഹസ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് പൂന്തോട്ടത്തിലിരിക്കുന്നത്. അദ്ദേഹത്തിന് ചുറ്റിലുമായി ഇരിക്കുന്നത് ചെറുപ്രായത്തിൽ മരിച്ചുപോയ കുട്ടികളാണെന്നുള്ളത്. ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ മക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊക്കെ സന്തോഷിക്കാനുള്ള വകുപ്പാണ്. അനാഥകളുടെ സമ്പത്ത് അത് ഭക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. യാത്രയിൽ ഒരു സംഘം ആളുകൾ അവരുടെ ചുണ്ടും ചിറിയും ഒട്ടകത്തിൻ്റെ പോലെ നീണ്ടു കിടക്കുന്നു. കയ്യിൽ നിറയെ തീനാലുള്ള കല്ലുകളാണ്. അവർ ആ കല്ലുകൾ വായിലിടുകയും പിന്തുവാരത്തിൽ കൂടി പുറത്തു പോവുകയും ചെയ്യുന്നു. നബി തങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറയുന്നത് എന്താ? യതീം മക്കളുടെ മുതൽ അപഹരിച്ചും അനീതിയായും തിന്നുന്നവരാണവർ. പലിശയുമായി ബന്ധപ്പെട്ട വളരെ ബുദ്ധിമുട്ടാക്കുന്ന കാഴ്ചകളൊക്കെ മുത്തുനബി തങ്ങൾ കണ്ടിട്ടുണ്ട്. ദുഷിച്ച മാംസം തീറ്റിക്കപ്പെടുന്ന ഒരു സംഘം ആളുകളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അത് അവർ ഈ മാംസം ഭക്ഷിക്കുന്നത്, അവരവരുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം ഭക്ഷിക്കുന്നത് അതാരുടേതാണെന്ന് ചോദിച്ചാൽ അത് ജീവിതകാലത്ത് മറ്റുള്ളവരുടെ ഗീബത്ത് പറഞ്ഞവരുടേതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവിഹിത ബന്ധത്തിലേർപ്പെടുന്ന പുരുഷനെയും സ്ത്രീയെയും അവരുടെ ശിക്ഷ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കൂട്ടം ജനങ്ങളെ കണ്ട് അവരുടെ വലതുഭാഗത്ത് നല്ല മാംസവും ഇടതുഭാഗത്ത് ദുഷിച്ച മാംസവും ഉണ്ട്. ദുഷിച്ച മാംസത്തെ അവർ തീറ്റിപ്പിക്കുന്നു. അവർ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഹലാലായ പെണ്ണുണ്ടായിരിക്കെ ഹറാമായ പെണ്ണിൻ്റെ പിന്നാലെ നടക്കുന്നവരാണെന്നറിയാൻ കഴിഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സ്ത്രീകളെ കണ്ടു. അവരുടെ പ്രൈവറ്റ് ഭാഗങ്ങളൊക്കെ
മാരകമായ രീതിയിൽ മുകളിലേക്ക് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അവരുടെ ബ്രസ്റ്റൊക്കെ അങ്ങനെ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ഒരു പറ്റം സ്ത്രീകളെ കണ്ടു. അവരാരാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവിനെ വിട്ട് അന്യപുരുഷന്മാരെ സമീപിക്കുന്ന സ്ത്രീകളാണ് അവർ എന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മിറാജിൻ്റെ രാത്രി യാത്രകളൊക്കെ നൽകുന്ന വലിയ വലിയ പാഠങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ആ പാഠങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പാഠങ്ങൾ ചേർത്തി എഴുതണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഇന്നത്തെ രാത്രിയുള്ള മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.